ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ആക്കിയതിനാൽ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പ്രോസ്പെറിറ്റി ആൻഡ് പ്രൊവിഷൻ, ഈ ഒരു രണ്ട് ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വചനം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീണ്ടും ദൈവവചനത്തിന് ചിന്തിക്കും. നമ്മൾ അതിനോടുള്ള ആ ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് വചനം ചിന്തിക്കുന്നത്. എല്ലാവരും നിങ്ങൾ കഴിഞ്ഞ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിശ്ചയമായിട്ടും ഇന്നത്തെ വചന കേൾവിയും നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യം. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനം, യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ജഡപ്രകാരമുള്ള പരസ്യ ശുശ്രൂഷ കാലത്തെ നമ്മൾ കാണുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1:18 ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ പിതാവിന്റെ മടിയിലിരുന്ന് ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. യേശുക്രിസ്തുവാണ് പിതാവിനെ വെളിപ്പെടുത്തി. യേശു പറഞ്ഞു, ഞാനും പിതാവ് ഒന്നാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇതൊക്കെ യേശുക്രിസ്തു പറഞ്ഞ പ്രസ്താവനകളാണ്. അതായത് യേശു പറഞ്ഞത്, ഞാനല്ല നിങ്ങളോട് സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി നിവർത്തിക്കും. അപ്പൊ അവിടെ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ നമ്മൾ മുഴുവനായി ശ്രദ്ധിക്കുമ്പോൾ, യേശുവിന്റെ പരസ്യ ശുശ്രൂഷയെ മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, പിതാവിനെ വെളിപ്പെടുത്തുക, പിതാവിന്റെ മഹത്വം, പിതാവ് ലോകത്തെ സ്നേഹിച്ച സ്നേഹം, ആദാം വീണുപോയപ്പോഴും ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്നത് വെളിപ്പെടുത്തുക എന്നതായിരുന്നു യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പ്രധാന സന്ദേശം അതാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് എന്നാൽ വീണുപോയ ആദാമിന്റെ തലമുറയിൽ ദൈവം നോഹയായിട്ട് ഉടമ്പടി ചെയ്തു, ഹാനോക്കിന്റെ കൂടെ നടന്നു എന്നൊക്കെ നമ്മൾ കാണും. എന്നാൽ അബ്രഹാമിനോട് ദൈവം ഒരു കവനന്റ്, അബ്രഹാമിന്റെ ദൈവം ഉടമ്പടി ചെയ്തത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ വർദ്ധിപ്പിച്ചു വലിയ ജാതിയാക്കും. നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല, അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം കൊടുത്തു. അതാണ് നമ്മൾ കാണുന്നത്. ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു എന്നല്ല, അനുഗ്രഹിക്കും എന്ന വാക്ക്, അതായിരുന്നു വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ അനുഗ്രഹിക്കുമെന്ന വാഗ്ദത്തം ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തു. അതായത് അബ്രഹാമിനോട് ആ കവനന്റിനകത്ത് അതായിരുന്നു പ്രധാനമായിരുന്നത്. അപ്പൊ അങ്ങനെ ആ കവനന്റൽ റിലേഷൻഷിപ്പ്, ആ ഒരു ഉടമ്പടി ബന്ധത്തിലേക്ക് വന്നവനായ അബ്രഹാമിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത് എബ്രായ ലേഖനത്തിൽ അതിന്റെ 11 വിശ്വാസ വീരന്മാരുടെ പട്ടിക എഴുതിയിരിക്കുക. വീരന്മാര് എന്ന് പറയുന്നത് ഒരു ഉപമയായി പറയുന്നു എന്നേ ഉള്ളൂ. എന്നാൽ വിശ്വാസികളുടെ പട്ടിക എഴുതിയിരിക്കുകയാണ്. വിശ്വാസികൾ ആരൊക്കെ വിശ്വസിച്ചു, വിശ്വാസത്താൽ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചു. കായീന്റെതിന് ഹാബേൽ മുതലാണ് ആരംഭിക്കുന്നത്. ഹാബേൽ ദൈവത്തിനും കായീന്റെതിനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു എന്ന് തുടങ്ങി ചേർന്ന് വീണ്ടും എടുത്തു പറയുമ്പോൾ, അബ്രഹാമിനെ കുറിച്ച് നമുക്ക് അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അബ്രഹാം നമുക്ക് അതിന്റെ 7-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം ഒക്കെ നമ്മൾ കാണുമ്പോൾ അബ്രഹാമിനെ കുറിച്ച് എഴുതിയിരിക്കുക. അബ്രഹാമിനെ കുറിച്ച് ഇവിടെ നമ്മൾ അതിന്റെ 12 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ, ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തില്, റോമാലേഖനം 4-ാം അധ്യായത്തിലൊക്കെ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് വളരെ ശക്തമായിട്ട് ഇവിടെ ഒക്കെ നമുക്ക് കാണാം. അബ്രഹാം വിശ്വസിച്ചു, വിശ്വാസത്താൽ അബ്രഹാമിൽ എന്താണ് സംഭവിച്ചത്, അത് അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് അവിടെ എല്ലാം എടുത്തു പറയുമ്പോഴും, അബ്രഹാമിനെ ഉൾപ്പെടുന്ന ഇവരുടെ ഈ ഒരു വിശ്വാസികളുടെ കൂട്ടത്തെ എഴുതിയിട്ട് അത് അവസാനിക്കുന്നത് ഈ നിലയിലാണ്. എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായം 40-ാം വാക്യം: അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുന്നൊരുക്കിയിരുന്നു. 39-ാമത്തെ വാക്യത്തിൽ കൂടെ ചേർത്ത് വായിക്കാം: അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും വാഗ്ദത്ത നിവർത്തി പ്രാപിച്ചില്ല. അപ്പൊ വാഗ്ദത്തം പ്രാപിച്ചു, അതിനെ നിവർത്തി പ്രാപിച്ചില്ല. രക്ഷ പ്രാപിച്ചു, രക്ഷയുടെ പൂർത്തീകരണം പ്രാപിച്ചു. അപ്പൊ ഇതായിരുന്നു അവരെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്ന ഈ എബ്രായ ലേഖന 11-ാം അധ്യായത്തിൽ അവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമുക്ക്
ഈ വിശ്വാസ വീരന്മാരുടെ ജീവിത സംഭവങ്ങൾ, ഓരോ കാര്യത്തിൽ അവർ വിശ്വസിച്ചു, അത്ഭുതം കണ്ടു, തീയുടെ ബലം കെടുത്തി, മരിച്ചവരെ അവർക്ക് ലഭിച്ചു, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിരിക്കും. എന്നാൽ അവസാനം അത് എഴുതി നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവര് വിശ്വാസികളൊക്കെയാണ്, സാക്ഷ്യം കിട്ടി, പക്ഷെ വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല, രക്ഷാപൂർത്തി പ്രാപിച്ചില്ല. അപ്പൊ ഇതെടുത്തു പറയുക, രക്ഷാപൂർത്തി പ്രാപിച്ചില്ല, വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അപ്പൊ ഇവരുടെ ജീവിതത്തിനകത്ത് അവരുടെ യാത്രയിൽ എന്താണ് അവർക്ക് ലഭിച്ചത്? വിശ്വസിച്ചവര്, പക്ഷെ അതിന്റെ നിവൃത്തിയിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല. വാഗ്ദത്തം പ്രാപിച്ചു, അതിന്റെ നിവൃത്തിയിലേക്ക് എത്താൻ സാധിച്ചില്ല. രക്ഷ പ്രാപിച്ചു, രക്ഷയുടെ പൂർത്തിയിൽ എത്താൻ സാധിച്ചില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം അബ്രഹാമിനോട് ദൈവം ചെയ്ത ഉടമ്പടി, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയ ജാതിയാക്കും, അനുഗ്രഹിച്ച് വലിയ ജാതിയാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതൊക്കെയായിരുന്നു കർത്താവിന്റെ വാക്തത്വം. ഈ വാക്തത്വങ്ങളെല്ലാം അബ്രഹാമിനോട് ദൈവം നൽകിയെങ്കിലും യഥാർത്ഥത്തിൽ ദൈവം തന്റെ വാക്തത്വം നിവർത്തിച്ചത് ഇസഹാക്കിലല്ല. ദൈവം തന്റെ വാക്തത്വം നിവർത്തിച്ചത് ദൈവജനം വാക്തത്വ ദേശത്ത് വന്ന്, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്ന് വാക്തത്വ ദേശത്തെ കൈയടക്കിയപ്പോഴല്ല അവര് വാക്തത്വ നിവൃത്തി പ്രാപിച്ചത്. അബ്രഹാം വാക്തത്വ നിവൃത്തി പ്രാപിച്ചത് മോശയുടെ നേതൃത്വത്തിൽ ജനം അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടപ്പോഴല്ല അബ്രഹാമിന്റെ വാക്തത്വ നിവൃത്തിയായത്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്തത്വത്തിന്റെ നിവൃത്തി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് ഗലാത്യ ലേഖനത്തില് നമുക്ക് അതിലെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുക. 16-ാമത്തെ വാക്യം, അതിന് 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം: എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, തന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ച് അത്ര പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പൊ നമ്മൾ ഈ പ്രൊവിഷൻ ആൻഡ് പ്രോസ്പെരിറ്റി, നമ്മൾ അബ്രഹാമിനെ കാണുമ്പോൾ, ദൈവജനത്തെ, അബ്രഹാമിന്റെ സന്തതിയെ കാണുമ്പോൾ, ദാവീദിനെ കാണുമ്പോൾ, ശാലോമോനെ കാണുമ്പോൾ, അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ അടയാളമായിട്ട് സമ്പത്തുണ്ടായവർ. നമുക്കറിയാം, യോബിന്റെ സമ്പത്ത് കൊണ്ട് ദേശം നിറഞ്ഞിരുന്നു. അപ്പൊ യോബിനെ ദൈവം അനുഗ്രഹിച്ചു എന്നതിന് അടയാളമായിട്ട് യോബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് യോബിന്റെ സമ്പത്തിലുള്ള വർധന. യോബിന്റെ സമ്പത്തില് യോബിന് വളരെ വർധനവ്. അവിടെ പിശാച് പറയുന്നത് എങ്ങനെയാണ്? സാത്താൻ ദൈവസന്നിധിയിൽ പോയി നിന്ന് പറയുന്ന ഒരു കാര്യം ഇതാ: അവന്റെ സമ്പത്ത് ദേശത്ത് നിറഞ്ഞിരിക്കുന്നു, സമ്പത്ത് കൊണ്ട് ദേശം നിറഞ്ഞിരിക്കും. അപ്പോൾ പഴയ നിയമത്തില് അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഭൗതികമായ നന്മയാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യോസഫ്, മോശ, ദൈവജനം, അതുപോലെ തന്നെ ശാലോമോൻ, ദാവീദ്, ഇവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് അത് ഭൗതികമായ നന്മ. ഇതുപോലെ തന്നെയാണ് ഭൗതികമായ നന്മകളെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ് പഴയ നിയമത്തില് അനുഗ്രഹിച്ചു എന്നതിന്റെ അടയാളമായി സമ്പത്തിനെ കാണിക്കുമ്പോൾ, ഇതുപോലെ തന്നെയാണ് പഴയ നിയമത്തിലെ ദേവാലയത്തെ. അവിടെ നമുക്ക് ദേവാലയം, അവിടെ ദേവാലയത്തിൽ സമാഗമന കൂടാരം പണിതപ്പോൾ അവരുടെ ആവശ്യത്തിന് അവർക്ക് ഉപകരണങ്ങളൊക്കെ അവിടെ ലഭിച്ചു, ആവശ്യത്തിൽ അധികം ലഭിച്ചു. അപ്പൊ അവിടെ ദേവാലയത്തിന്റെ പുറമെയുള്ള അഴകായിരുന്നു പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദാവീദിന്റെ കാലത്ത് ദേവാലയം പണിയാനുള്ള എല്ലാ വസ്തുവകകളും സംഭരിച്ചു വെച്ചു ശാലോമോൻ ദേവാലയം പണിതു. അപ്പൊ അവിടെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങള് ഏറ്റവും വിലപിടിപ്പുള്ളതും ഏറ്റവും ഉന്നതമായ സ്റ്റാൻഡേർഡാണ് പുലർത്തിയത്. ഏറ്റവും ഉന്നത നിലവാരത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്തത്. അപ്പൊ ആ ഉന്നതമായ നിലവാരം അപ്പൊ അവിടെ പുറമെ, ആലയത്തിന്റെ പുറമെയുള്ള സൗന്ദര്യം, അവിടെ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഉപകരണങ്ങൾ, സ്വർണം കൊണ്ട് പൊതിഞ്ഞ ഭിത്തി, സ്വർണം കൊണ്ട് പൊതിഞ്ഞത്, അവിടെ ആലയത്തിന്റെ അനുഗ്രഹത്തെ അവർ കണ്ടത് പുറമെയുള്ള സ്വർണത്തില, പുറമെയുള്ള അലങ്കാരത്തില. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പുതിയ നിയമത്തിന്റെ ഭാഷയിൽ നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: ദൈവം അനുഗ്രഹിച്ചാൽ സമ്പത്ത് തരും, ദൈവം അനുഗ്രഹിച്ചാൽ സമ്പത്ത് തരും. നമ്മൾ എവിടെയോ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം, സമ്പത്ത് ദൈവാനുഗ്രഹത്തിന് ഒരു ഭാഗം മാത്രമാണ്. പ്രിയപ്പെട്ടത്, നമ്മൾ തെറ്റായി പഠിക്കരുത്. ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മുഴുവൻ കാരണവും സമ്പത്താണ്, സ്വർണമാണ്. നിങ്ങൾ തെറ്റായി പഠിക്കരുത്. ശരിയായ നിലയിൽ കാര്യത്തെ മനസ്സിലാക്കുക. ശരിയായ നിലയിൽ കാര്യത്തെ മനസ്സിലാക്കുന്ന ദേവാലയത്തിന്റെ ഭംഗിയിരിക്കുന്നത് സ്വർണത്തിലല്ല, ഉപകരണങ്ങളിലല്ല. ഇപ്പൊ പഴയ നിയമ ദേവാലയത്തിന്റെ ഭംഗി, അവിടെ ഉണ്ടായിരുന്ന
സ്വർണം, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, അതിന്റെ ഭംഗി, അതിന്റെ ക്രമീകരണങ്ങളിലൊക്കെയാണ് പഴയ നിയമത്തിലെ ദേവാലയത്തിന്റെ അലങ്കാരവും മനോഹാരിതയും വിവരിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുന്ന നമ്മൾ വീണ്ടും അനുഗ്രഹത്തിന്റെ അടയാളമായിട്ട് സമ്പത്തിനെ കണ്ടുപിടിച്ചു വെച്ചിരിക്കുക. ഇവിടെ ഞാൻ പറയട്ടെ, അനുഗ്രഹത്തിന്റെ അടയാളം പണമല്ല. അനുഗ്രഹത്തിന്റെ അടയാളത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് പണം. നമ്മളെ പണം ദൈവം തരും. ദൈവം നിശ്ചയമായിട്ടും അനുഗ്രഹിക്കുന്നവന്. സാമ്പത്തികമായ സമൃദ്ധി നമ്മുടെ വാഗ്ദത്തം. ദൈവം തരും. നമ്മുടെ ദാരിദ്ര്യത്തെ മാറ്റുന്നവനാണ് ദൈവം. അപ്പൊ അവിടെ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് സാമ്പത്തിക ദാരിദ്ര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ എന്നൊക്കെ കർത്താവ് പറയുന്നുണ്ട് അല്ലേ? ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനായിട്ട് കർത്താവ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ. അപ്പൊ ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ, ദരിദ്രരോട് മാത്രമാണ് സുവിശേഷം അറിയിച്ചിരുന്നെങ്കിൽ സക്കായി ധനവാനായിരുന്നില്ലേ? ദരിദ്രരോട് മാത്രം സുവിശേഷം ആയിരുന്നു അപ്പോസ്തലന്മാരുടെ പദ്ധതിയെങ്കിൽ ഫിലിപ്പോസ് ഒരു വലിയ ദേശത്തിന്റെ പണം മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഒരാളോട് സുവിശേഷം പറയാനായിട്ട് ഒറ്റയ്ക്ക് പോയി. വലിയ ധനവാന്മാർ പലരും രക്ഷയിലേക്ക് വന്നു. അപ്പൊ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലായ്മയല്ല. നമ്മൾ ഈ അനുഗ്രഹത്തെ പണത്തോട് ചേർത്ത് ചിന്തിക്കരുത്. നമ്മൾ ലിമിറ്റഡ് ആയി പോകും. അതിനെല്ലാം എത്രയോ അപ്പുറമാണെന്നറിയാമോ സമൃദ്ധി എന്ന് പറയുന്നത്, പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ പണം, ദാറ്റ്സ് എ പ്രൊവിഷൻ. പല പ്രൊവിഷൻ കൂടിച്ചേർന്നതാണ് പ്രോസ്പെറിറ്റി. പലതരത്തിലെ പ്രൊവിഷൻസ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കുടുംബജീവിതം, നമുക്ക് തന്നിരിക്കുന്ന ജീവിത പങ്കാളി, നമുക്ക് തന്നിരിക്കുന്ന മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, നമ്മുടെ സഭ, നമ്മുടെ ആത്മീകവും ഭൗതികമായ നിലയിലുള്ള നന്മകൾ, നമ്മുടെ സുഹൃത്ത് വലയം, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ബലം, അധികാരം, പദവി, ശക്തി, ദൈവവചനം, വെളിപ്പാട്, ആരാധന, ദൈവത്തോടുള്ള സ്നേഹം, ധനം, മാനം, അഭിമാനം, സന്തോഷം, സമാധാനം, സുബോധം, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് പ്രോസ്പെറിറ്റി. നിങ്ങൾ ഒരിക്കലും ഈ പ്രോസ്പെറിറ്റി എന്ന് കേൾക്കുമ്പോൾ ജസ്റ്റ് പണത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കരുത്. അബ്രഹാമിന്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ പണം, സാമ്പത്തികമായ അനുഗ്രഹം. ഇവിടെ ചിന്തിച്ചു നോക്കിയ അബ്രഹാമിന്റെ അനുഗ്രഹത്തില് പണം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നുവെങ്കിൽ അബ്രഹാം മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടപ്പോൾ പണവുമായിട്ടല്ല പോയി. എന്നാൽ ഒരു ധനവാനായ മനുഷ്യൻ എത്താൻ കഴിയാത്ത, അതായത് ലാസറിനെ ധനവാന്റെ ഉപമ പറയുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, ധനവാനായ ഒരുവൻ, വളരെ ധനമുള്ളവനാണ്, വളരെ വിലപിടിപ്പ്, വളരെ ആഡംബരത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ. പക്ഷേ അവൻ ധനവാനാണ്, പ്രോസ്പർ അല്ല. പക്ഷെ അബ്രഹാം പ്രോസ്പർ ആയിരുന്നു. അതിന്റെ അടയാളം പണം എന്നതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യരുത്. അവൻ പ്രോസ്പർ ആയിരുന്നത് കൊണ്ടാണ് ഇസഹാക്കിനെ ദൈവം ചോദിച്ചപ്പോൾ കൊടുക്കാൻ സാധിച്ചത്, ദൈവശബ്ദത്തിന് അതുപോലെ അനുസരിക്കാൻ സാധിച്ചത്, ദൈവത്തെ വിശ്വസിക്കാൻ സാധിച്ചത്. അപ്പൊ ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുമ്പോൾ പണത്തിലേക്ക് നമ്മൾ നോക്കരുത്. പണം പ്രോസ്പെറിറ്റിയുടെ ഒരു ഭാഗം മാത്രമാണ്. അപ്പൊ അബ്രഹാമിന്റെ പഴയ നിയമത്തിൽ അവരെ അനുഗ്രഹിച്ചതിന്റെ അടയാളം സമ്പത്തായിരുന്നു. അതുകൊണ്ട് കർത്താവ് സമ്പത്ത് കൊടുത്തു. പഴയ നിയമത്തിന്റെ ദേവാലയത്തിന്റെ പ്രൗഢി സമ്പത്തായിരുന്നു. അതുകൊണ്ട് സ്വർണം കൊണ്ട് അവരെ തന്നെ പൊതിഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്, നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത് പണമല്ല. നമ്മുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് നാം ഈ കാണുന്ന, അല്ലെങ്കിൽ യഥാർത്ഥ സമൃദ്ധി എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ അഭിവൃദ്ധി എന്ന് പറയുന്നത്, നാം ഈ ഭൂമിയിൽ ദൈവാനുഗ്രഹമുള്ളവനിൽ എന്തൊക്കെ നന്മകൾ കാണുന്നു അതെല്ലാം കൂടെ ചേർന്നതാണ് അഭിവൃദ്ധി എന്ന് പറയുന്നത്, പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ പ്രോസ്പെറിറ്റി നമുക്ക് കിട്ടിയാൽ, പ്രോസ്പർ ആയാൽ, നമ്മൾ പ്രൊവിഷനിൽ അഭിമാനിക്കത്തില്ല. പ്രൊവിഷൻ അവിടെ നിൽക്കട്ടെ, പക്ഷെ ഞാൻ പ്രോസ്പർ. അപ്പൊ പ്രോസ്പെറിറ്റി എന്താണ്? പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്, പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ശരിക്കും ഈ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ഒരു മനോഭാവമാണ്. ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്.
പക്ഷേ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഒരു മനോഭാവം. അതായത് അവന്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് പ്രോസ്പർ ആയിട്ട് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു മനോഭാവം. അതായത് നമുക്ക് ഒരു വ്യക്തി എപ്പോഴാണോ അവന്റെ പ്രൊവിഷനെ എല്ലാം ക്രിസ്തുവിൽ കൂടെ കാണാൻ സാധിക്കുന്നത്, ക്രിസ്തുവിൽ കൂടെ കാണുന്നത്, ക്രിസ്തുവിൽ കാണുന്നത്, ക്രിസ്തുവിലൂടെ നേടുന്നത്, ക്രിസ്തുവിൽ അതിനെ അഭിമാനിക്കുന്നത്, ക്രിസ്തുവിൽ തിരിച്ചറിയുന്നത്, ആ അവസ്ഥയുടെ പേരാണ് യഥാർത്ഥത്തിൽ പ്രോസ്പെരിറ്റി. എല്ലാ സമ്പത്തുണ്ട്, ധനമുണ്ട്, മാനമുണ്ട്, പദവിയുണ്ട്, അധികാരമുണ്ട്, ഈ ഭൂമിയിൽ പറയത്തക്ക എല്ലാ നന്മകളും അവന് യഥേഷ്ടമുണ്ട്. അങ്ങനെ എല്ലാ നന്മകളും യഥേഷ്ടം അവനുള്ളപ്പോഴും ഒരൊറ്റ ചിന്തയാണ് അവനുള്ളത്: ഐ എൻജോയ് ഓൾ ദീസ് തിങ്സ് ത്രൂ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ബൈ ക്രൈസ്റ്റ്. ഇത് എല്ലാം അനുഭവിക്കാൻ കാരണം ക്രിസ്തുവാണ്. ത്രൂ ക്രൈസ്റ്റ്, യേശു മുഖാന്തരമാണ്, ക്രിസ്തുവിലാണ് ഞാൻ ഇത് കാണുന്നത്, ക്രിസ്തുവിലാണ് ഞാൻ അനുഗ്രഹിക്കപ്പെടുന്നത്, ക്രിസ്തുവിലാണ് ഞാൻ സമ്പന്നൻ, ക്രിസ്തുവിൽ ഞാൻ അധികാരമുള്ളവനാ, ക്രിസ്തുവിൽ ഞാൻ മാന്യനാ, ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടവനാ. അതായത് പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രൊവിഷനെയും ക്രിസ്തുവിൽ കൂടെ കാണുന്ന മനോഭാവത്തെയാണ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. പ്രോസ്പർ, അതായത് കുറച്ചുകൂടെ പറഞ്ഞാല് അവർക്ക് വേണ്ടുന്നതും ഉള്ളതുമായ സകല നന്മകളെയും ക്രിസ്തുവിൽ കാണുക. അതാണ് പ്രോസ്പെറിറ്റി, അതാണ് സമൃദ്ധി. അപ്പൊ അത് അബ്രഹാമിന് ലഭിച്ച പ്രോമിസ് എന്ന് പറയുന്നത് സമ്പത്തും ധനവും അല്ല. അബ്രഹാമിന് ലഭിച്ച പ്രോമിസിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, നീ ലോക രാജ്യങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ ഞാൻ വർദ്ധിപ്പിക്കും. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഏതൊക്കെയോ ചില കാലഘട്ടങ്ങൾ നമ്മൾ അറിഞ്ഞു അറിയാതെ ചില വസ്തുക്കളോടും വ്യക്തികളോടും നമുക്കുള്ള ചില സാഹചര്യങ്ങളോടും ചേർത്തിണക്കി ചിന്തിച്ച് നമ്മൾ തെറ്റിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് എല്ലാത്തിനും അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവിലാണ് ഞാൻ വാഴുന്നത് എന്ന തിരിച്ചറിവിന്റെ പേരാണ് യഥാർത്ഥത്തിൽ പ്രോസ്പെരിറ്റി. ചിന്തിച്ചു നോക്കിക്കേ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ആവശ്യങ്ങളുണ്ട്, ചില അത്യാവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ പറയുകയാണ് ഈ ആവശ്യമുണ്ട്, പക്ഷേ ആ ആവശ്യങ്ങൾക്ക് പണമുണ്ട്, വ്യക്തിയുണ്ട്, വസ്തുവുണ്ട്, ബാങ്കിൽ പൈസ കിടപ്പുണ്ട്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് ബലമുണ്ട്, എനിക്ക് കഴിവുകളുണ്ട്. ഇതല്ല പറയുന്നത്, എനിക്ക് ക്രിസ്തു ഉണ്ട്. ക്രൈസ്റ്റ് ഈസ് ഇൻ മീ. യെസ്, എന്റെ പുറമെയുള്ള ഒന്നും അല്ല എന്റെ ഈ ഘട്ടത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് എന്റെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിനാണ്. He is my perfection. He is my completeness. He is my peace. He is my wealth. He is my everything. ആ അണ്ടർസ്റ്റാൻഡിങ് ആണ് റിയൽ പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥ സമൃദ്ധി അതാണ്. അപ്പൊ ചിന്തിച്ചു നോക്കിക്കുക പ്രിയപ്പെട്ടവരുടെ, അബ്രഹാമിന്റെ അനുഗ്രഹം നമുക്ക് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം, അബ്രഹാമിന്റെ വാഗ്ദത്തം, അബ്രഹാമിന് ദൈവം തമ്മിലുള്ള ഉടമ്പടിയുടെ ആ ബ്ലെസ്സിങ് എന്റേതായി മാറാനായിട്ട്, എന്റെ സ്വന്തമായി, എന്റെ വ്യക്തിപരമായി, എന്റെ അവകാശമായി മാറാനായിട്ട് സംഭവിച്ച കാര്യം എന്താണെന്നറിയാം? വേറെ ഒന്നുമല്ല, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം എനിക്ക് ലഭിച്ചു. അതായത് എന്താണ് പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം? പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം എന്റെ അകത്ത് വരുമ്പോൾ സംഭവിച്ച കാര്യം എന്താണ്? അതായത് പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്. യേശുവാണ് ഈ ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചതായ ഗലാത്യ ലേഖനം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. യേശുവാണ് അബ്രഹാമിന് ദൈവം നൽകിയ വാഗ്ദത്ത സന്തതി, ക്രൈസ്റ്റ്. അതിന്റെ 29-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ക്രിസ്തുവിനുള്ളവരെങ്കിൽ നിങ്ങൾ അബ്രഹാമിന്റെ സന്തതികൾ, വാഗ്ദത്ത പ്രകാരം അവകാശികൾ. അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. ഈ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്
അബ്രഹാമിന് ദൈവം കൊടുത്തത് നിന്നെ സകല ജാതികൾക്കും അനുഗ്രഹമാക്കിയിരിക്കും. പക്ഷെ അബ്രഹാമിന് ഒരു ചെറിയ ന്യൂനതയുണ്ടായിരുന്നു. ഇവിടെ പറയുന്നത് അബ്രഹാം, നമ്മൾ വായിച്ചതായ എബ്രായ ലേഖനം 11:40 പറയുന്നതനുസരിച്ച് രക്ഷാപൂർത്തി പ്രാപിച്ചില്ല, വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. അപ്പൊ എന്നാല് കാരണം എന്താ? അബ്രഹാമിന് പരിശുദ്ധാത്മാവിനുള്ള വെളിപ്പാട്, അത് തന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് അറിയാനുള്ള വെളിപ്പാടിന്റെ ആത്മാവ് അബ്രഹാമിനില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്കും എനിക്കും അതല്ല, ആമേൻ, നിങ്ങൾക്കും എനിക്കും വാഗ്ദത്തം നിവൃത്തി, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം. യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 24:49 പറഞ്ഞു ആത്മാവെന്ന വാഗ്ദത്തം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 1:4 പറഞ്ഞു ആത്മാവെന്ന വാഗ്ദത്തം. ആമേൻ. 1:8 പറഞ്ഞു ആത്മാവെന്ന വാഗ്ദത്തം. അപ്പൊ പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം അത് അബ്രഹാം പ്രാപിച്ചില്ല. വാഗ്ദത്തം പ്രാപിച്ചു, വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. എന്നാൽ നിങ്ങൾ ഞാൻ വാഗ്ദത്തം നിവൃത്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഈ ആത്മാവിനെ നമുക്ക് സംഭവിച്ച കാര്യം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. കൈകളിൽ സമ്പത്ത് എത്തിയില്ല, എന്റെ അകത്ത് സമ്പത്ത് എത്തി. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? എന്റെ കൈകളിൽ ഉള്ളതും ഇല്ലാത്തതും നോക്കിക്കൊണ്ടല്ല എന്റെ സമൃദ്ധിയെ നിശ്ചയിക്കുന്നത്, എന്റെ ഉള്ളിലെ സമ്പത്താണ്. ആമേൻ. ആ സമ്പത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ പേർജിൽ വിളിക്കാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കാൻ. ആമേൻ. ഹല്ലേലൂയ. ബലവാന്മാരെ ജലിപ്പിക്കുന്നതിന് ബലഹീനന്മാരെയും, ഹല്ലേലൂയ, ജ്ഞാനികളെ ലജ്ജിപ്പിക്കുന്നതിന് ആമേൻ ഭോഷന്മാരെയും, ആമേൻ, ഉള്ളതിനെയും, ആമേൻ, ഹല്ലേലൂയ, ശ്രേഷ്ഠമായതിനെ ലജ്ജിപ്പിക്കാൻ ഇല്ലാത്തതിനെയും, ആമേൻ, ഒന്നുമില്ലാത്തതിനെയും തെരഞ്ഞെടുത്ത ദൈവം. യെസ്. ഇന്ന് നമ്മുടെ സമൃദ്ധി എവിടെയാണെന്നറിയോ? സമൃദ്ധി പുറമേയുള്ള വസ്തുക്കളിലല്ല, ആ വസ്തു വെച്ചുകൊണ്ടല്ല, ആമേൻ, നമ്മുടെ ചുറ്റുപാടുകളിൽ. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ സാധ്യമല്ല നമ്മുടെ സമൃദ്ധിയുടെ അളവ്, നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ അളവ്. പ്രോസ്പെരിറ്റി, റിയൽ പ്രോസ്പെരിറ്റി എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ അകത്തായിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മലാക്കിയുടെ പുസ്തകം 3:10 പറഞ്ഞത്, നിങ്ങൾ ദശാംശമൊക്കെ കൊണ്ടുതരുമ്പോ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഇടം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കും. എന്താണ് ഇടം പോരാതെ വണ്ണമുള്ളത്? അതുകൊണ്ട് യേശു, പിതാവായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ കാര്യം, ഞാൻ നിന്റെ പരിചയം, ഐ ആം യുവർ റിവാർഡ്, ഐ ആം യുവർ ഷീൽഡ്, ഐ ആം യുവർ ഗ്രേറ്റ് റിവാർഡ്. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലവും നിന്റെ പരിചയമാണ്. God himself, അവൻ തന്നെയാണ് നമ്മുടെ പ്രതിഫലമായി മാറിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിത സാഹചര്യം ഏത് നിലവാരത്തിൽ നിങ്ങളായിരുന്നാലും, ഏത് അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നവരായിരുന്നാലും, നിങ്ങൾ മറക്കരുത്, നിങ്ങളുടെ സമൃദ്ധി പണത്തിലല്ല, നിങ്ങളുടെ സമൃദ്ധി നിങ്ങളുള്ള വസ്തുവകകളല്ല, നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിലാണ്. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമോ, ക്രിസ്തുവിലായിത്തീരുമോ, ഞാൻ പറയട്ടെ, ആമേൻ, കണക്കിടാൻ കഴിയാത്ത വിധത്തിലുള്ള നന്മകൾ നിങ്ങളുടെ ചുറ്റും വെളിപ്പെടുന്ന നിങ്ങൾ കാണാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ പറയാം, അബ്രഹാമിനെക്കാളും, അബ്രഹാമിന്റെ സന്തതിയെക്കാളും നിങ്ങൾ, ഹല്ലേലൂയ, ശ്രേഷ്ഠരാണ്. പക്ഷെ അത് തിരിച്ചറിയണം. അബ്രഹാമിന് രക്ഷ പ്രാപിച്ച ആളാ, വാഗ്ദത്തം പ്രാപിച്ച ആളാ, പക്ഷെ നിവൃത്തി പ്രാപിച്ചില്ല, പൂർത്തി പ്രാപിച്ചില്ല. പക്ഷെ നാം അങ്ങനല്ല, നിവൃത്തിയും പൂർത്തിയും പ്രാപിച്ചില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, എവിടെയെങ്കിലും തകർന്നവരും തോറ്റവരും നിരാശരായവരും എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളെല്ലാം നിങ്ങൾ ആരാന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവാണ്. അതുകൊണ്ട് അബ്രഹാമിന്റെ സന്തതിയുടെയും ജഡപ്രകാരമുള്ള സന്തതിയുടെ ഉയർച്ച താഴ്ചകൾ നമ്മളെ ബാധിക്കത്തില്ല. അതുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. ക്രിസ്തുവിന് വാഗ്ദത്ത പ്രകാരം ക്രിസ്തുവിന് ആയത് നിമിത്തം നമ്മൾ അബ്രഹാമിന്റെ സന്തതികളാണ്. ആ കൂട്ടരുമായിട്ട് നമ്മുടെ ബന്ധം ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. അതെ, യെസ്, നിങ്ങളുടെ ഉള്ളിൽ ആ തിരിച്ചറിവുണ്ടാകും. അബ്രഹാമിനെക്കാളും, അബ്രഹാമിന്റെ ജഡപ്രകാരമുള്ള സന്തതികളെക്കാളും നിങ്ങൾ ഞാനും വാഗ്ദത്തത്താൽ ജനിച്ച്, ആത്മാവിനാൽ ജനിച്ച് അവകാശികളാണെന്നുള്ള ബോധ്യത്തോടെ ചുവടുകൾ വെച്ച്. യെസ്. അപ്പൊ വാഗ്ദത്തം എന്താണ്? പരിശുദ്ധാത്മാവ്. അപ്പൊ അനുഗ്രഹം എന്താണ്? പരിശുദ്ധാത്മാവ്. നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതിന്റെ അടയാളമായിട്ട് നമ്മുടെ ഉള്ളിൽ നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്. നമ്മൾ അടുത്ത അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അപ്പൊ നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത് ദേവാലയത്തിന്റെ പഴയ നിയമ ദേവാലയത്തിന്റെ സമൃദ്ധി പുറമെയുള്ള സ്വർണമാണ്. പക്ഷേ പുതിയ നിയമത്തിന്റെ ദേവാലയത്തിന്റെ സമൃദ്ധി അകത്തു വസിക്കുന്ന ക്രിസ്തുവാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? അപ്പൊ നമ്മുടെ ഈ ദേവാലയത്തിന്റെ പ്രധാനപ്പെട്ട സമൃദ്ധി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മ. ഇപ്പൊ നമ്മുടെ
അബ്രഹാമിന്റെ അനുഗ്രഹത്തിന്റെ അടയാളം സമ്പത്തായിരുന്നെങ്കിൽ നമ്മുടെ അനുഗ്രഹത്തിന്റെ അടയാളം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. അവൻ ഏത് നിലവാരത്തിലുമുള്ള അത്ഭുതങ്ങളെ നടത്തുവാൻ, ഏത് നിലയോളവും നമ്മളെ ഉയർത്തുവാനും മാനിക്കുവാനും ഈ അഭിഷേകത്തിന് സാധിക്കും. നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവിന് സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കാം, ഞങ്ങൾക്ക് ആത്മാവുണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നമ്മൾ അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമ്മൾ അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കും. നമ്മൾ തെറ്റിദ്ധരിച്ചു വെച്ചിട്ടുണ്ട്, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമ്പത്താണ്. അല്ല പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ സമ്പത്തിനെ മുഴുവൻ ക്രിസ്തുവിൽ നിങ്ങൾ കാണുന്നു. അതായത് when you see, when you look, all the provisions are through the eyes of Christ, through Christ, in Christ. That is a real prosperity. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ പ്രൊവിഷനെയും ക്രിസ്തുവിൽ കൂടെ കാണുന്ന, നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ക്രിസ്തുവിൽ കാണുന്ന അവസ്ഥയുടെ പേരാണ് പ്രോസ്പെറിറ്റി. ആ പ്രോസ്പർ ആയിട്ടുള്ള ജീവിത നിലവാരത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ, കർത്താവേ, ഈ പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. അവരുടെ ജീവിതത്തിനകത്ത് കർത്താവെ ആ റിയൽ പ്രോസ്പെറിറ്റിയിലേക്ക് അവർ കയറട്ടെ. ഒന്നിനും ആർക്കും അളക്കാൻ കഴിയാത്ത, ആർക്കും ലിമിറ്റ് ചെയ്യാൻ കഴിയാത്ത, ആർക്കും അതിരിടാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ആമേൻ ഒരു അഭിവൃദ്ധി, ഒരു സമൃദ്ധി, ഒരു പ്രോസ്പെറിറ്റി അവരുടെ ലൈഫിൽ ഉണ്ടാകട്ടെ. എല്ലാ ലിമിറ്റേഷനും പൊളിയട്ടെ കർത്താവ്. എല്ലാ പ്രതിസന്ധികളും പൊളിഞ്ഞു മാറട്ടെ. അത്ഭുതകരമായ നിലയിൽ അവരുടെ ജീവിതം വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, മാനിക്കപ്പെടട്ടെ കർത്താവ്. ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതങ്ങനെ തന്നെ അവരിൽ സംഭവിക്കട്ടെ കർത്താവ്. സംഭവിക്കട്ടെ കർത്താവെ. അങ്ങ് അത് ചെയ്തു കഴിഞ്ഞതിനായിട്ട് നന്ദി. മഹത്വം മറക്കപ്പെട്ട കുഞ്ഞാടിന് യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. പ്രൈസ് ഗാഡ്. പുറമെയുള്ള സമൃദ്ധിയല്ല, അകമേയുള്ളതാണ്. ഇതെല്ലാം പഴയ നിയമത്തില പുറമെയുള്ളതല്ല, അല്ലെ? പഴയ നിയമത്തിൽ ജഡം കൊണ്ട് ചെയ്യുന്നത് പാപം, പുതിയ നിയമത്തിൽ മനസ്സുകൊണ്ട് ചെയ്യുന്നത് പാപം. പഴയ നിയമത്തില് പുറമേ ഉള്ളത് സമ്പത്ത്, പുതിയ നിയമത്തില് അകത്തുള്ളത് സമ്പത്ത്. പഴയ നിയമത്തില് ആമേൻ പുറമെയുള്ള മനോഹാരിതയാണ് ദേവാലയത്തിന്റെ മനോഹാരിത. എന്നാൽ പുതിയ നിയമത്തില് ആമേൻ ദൈവത്തിന്റെ ആലയത്തെ ദൈവാലയമായി നിർത്തിയിരിക്കുന്നത് അകത്തെ ആത്മാവ്, അകത്തെ ശക്തി, അകത്തെ ജീവൻ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ വചനം നിങ്ങൾ തുടർന്ന് കേൾക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അത്ഭുതമായി തീരട്ടെ. യഥാർത്ഥ പ്രോസ്പെറിറ്റി അനുഭവിക്കാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കും. ആമേൻ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ നിശ്ചയമായി പരിചയപ്പെടുത്തുക. അവരുടെ ജീവിതത്തിലും ഇത് അനുഗ്രഹമായി തീരട്ടെ. മാത്രമല്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഈ ഫോൺ നമ്പറിലൂടെ ഞങ്ങളോട് അറിയിക്കുക. ഒരുമിച്ച് കർത്താവ് വളരുവാൻ ഇതെല്ലാം മുഖാന്തരമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.